അമ്മ എന്തിനാ മോന് മുട്ടയും പപ്പടം വെച്ച്? ഈ മുട്ടയും ഇത് അവിച്ച മുട്ടയാണേ. ഈ മുട്ടയും പപ്പടവും വെച്ച് നല്ലൊരു അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. ഓക്കെ. വേണ്ട, പപ്പടം ഇങ്ങനെ ആക്കി വെക്കണം, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അവിച്ച മുട്ടയില്ലേ, അവിച്ച മുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം, നീളത്തിന് ചെറുതായിട്ട്. നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. പപ്പടം അതേപോലെ തന്നെ എത്ര വേണമെങ്കിലും പപ്പടം എടുക്കാം. നമുക്കിപ്പോൾ ഇത്ര മതി. ഇതേപോലെ പൊരിച്ചെടുക്കണം പപ്പടം. ഇനി ആ പപ്പടം വറുത്ത എണ്ണയില്ലേ, അതിൽ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് പച്ചമുളക്, വറ്റൽമുളകില്ല ഇടാൻ, വറ്റൽമുളക് ഇടാം. ഇനി ഇതിലോട്ട് ഒരു സവാള നീളത്തിനരിഞ്ഞത്, ഇനി അതിൽ തക്കാളി, രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ പപ്പടത്തിന് ഉപ്പുണ്ട്. ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, നല്ല എരിയുള്ള മുളകാണ്, മല്ലിപ്പൊടി, മസാല, ഗരം മസാല എല്ലാം കൂടി. അപ്പോൾ അതെല്ലാം ഇട്ട് വഴറ്റി നല്ല ഇതായി കറി. അതിലോട്ട് പപ്പടം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അവിച്ച് വെച്ച മുട്ട അരിഞ്ഞ് വെച്ചിരുന്ന നമുക്കിത് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.